ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. മോഹൻലാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും അതുപോലെ BJPയുടെ പല സീനിയർ നേതാക്കളോടും നാഷണൽ പ്രസിഡന്റിനോടും അദ്ദേഹം മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തും ക്ഷമ ചോദിച്ചു. ഇപ്പൊ അറിയാൻ സാധിക്കുന്ന അവരോട് മാത്രമല്ല, RSSന്റെ സീനിയർ നേതാക്കളോടും BHPയുടെ സീനിയർ നേതാക്കളോടും മോഹൻലാലും ഗോകുലം ഗോപാലനും അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട പല ആൾക്കാരും വിളിച്ച് ക്ഷമിക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പം ഇതിനകത്ത് VHP അത് സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തു. അതായത് അങ്ങനെ ക്ഷമിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. RSSന്റെ പല സീനിയർ നേതാക്കളും ഈ VHPയുടെ ഈ തീരുമാനത്തോട് യോജിക്കുന്നവരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ ഒരു ക്ഷമാപണം നടത്തി. ക്ഷമാപണം നടത്തിയത് പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും ഈ ആൾക്കാരോടൊക്കെ ക്ഷമ ചോദിച്ച ശേഷമാണ് ഈ ക്ഷമാപണം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാരണം ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇന്ത്യ ഭരിക്കുന്ന BJP, അതായത് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും BJP ലീഡേഴ്സ് ഒരു പ്രത്യേക ആക്ഷന് പോകണ്ട. അതായത് ഈ ഏജൻസികളെ കൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം, അതിന് വലിയ സീരിയസ് ആയിട്ട് അവരതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ അതിനെതിരെയാണ് RSSും BHPയും ശക്തമായ രീതിയിൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തണം. കാരണം ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സിമ്പിളായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇത് കാണുന്നില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് സീനിയറായിട്ട് 1-2 സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ മനസ്സിലാക്കാൻ സാധിച്ചത്, കേന്ദ്ര ഏജൻസികൾ, അതായത് ED ആണെങ്കിലും മറ്റുള്ള IB ആണെങ്കിലും എക്സ്റ്റേണൽ ഏജൻസി ആണെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം അതുപോലെ സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞ 2-3 പോയിന്റുകൾ അതേപോലെ പറയാം. അതായത് മലയാളത്തിലെ സിനിമാ മേഖലയിലുള്ള ഇൻക്ലൂഡിങ് മോഹൻലാൽ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഗോകുലം ഗോപാലനാണെങ്കിലും ഇവർക്കെല്ലാം തന്നെ, ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇവർക്കൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, PFIയുടെയും മറ്റു സംഭവങ്ങളോ ആക്ടിവിറ്റീസൊക്കെ നടന്ന സമയത്ത് ഈ ഫണ്ട് എന്ന് പറയുന്ന ഡേറ്റ് ഫണ്ട് എന്നതിന് പറയുന്നത്, ഇസ്ലാമിക ഡേറ്റ് ഫണ്ട് എന്നതിന് പറയുന്നത്. അപ്പോൾ ആ ഫണ്ടിൻ്റെ ഹവാല ഏറ്റവും കൂടുതൽ റൂട്ട് ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കേരളത്തിലോട്ടാണ്. ഇതാണ് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഈ സിനിമാ നടന്മാർക്കൊക്കെ മിഡിൽ ഈസ്റ്റുമായിട്ട് അവിടെ ബിസിനസ് ഉണ്ട്, അവർക്കൊക്കെ അവിടെ വീടുണ്ട്, അവർക്ക് പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്കൊന്ന് ഇന്ത്യൻ ലോ ബാധകമല്ല എന്ന രീതിയിലുള്ള അവരുടെ ധാരണയാണ്. ഇതിനോട് ഇതേ രീതിയിലാണ് ഈ ഓഫീസർ പറഞ്ഞത്. അപ്പം പല രീതിയിലുള്ള ടെറർ ഇസ്ലാമിക ഫണ്ട് എന്ന് പറയുന്നത് അത് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് കലാരംഗത്തും അവിടെയൊക്കെ ഇത് പെനട്രേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഓഫീസർ എന്നോട് പറഞ്ഞൊരു പ്രിസൈസ് പോയിന്റ് ഉണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കിളിലുള്ള ചില ഓഫീസേഴ്സ്, സീനിയർ ഓഫീസേഴ്സ്, അതായത് ക്ലോസ് എയ്ഡ്, അതിനകത്ത് തന്നെ ഖത്തറിൻ്റെ ഫണ്ട് കയറി ഈ 2 പേര് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇസ്രായേലി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കാരണം അത്രമാത്രം പെനട്രേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് സെൻട്രൽ ഏജൻസിയുടെ ഒഫീഷ്യൽസ് വിചാരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ് ഫണ്ട്, ഇസ്ലാമിക ടെറർ ഫണ്ട് ഇതേപോലെയുള്ള ഈ സിനിമ നിർമ്മിക്കാൻ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ എത്രമാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഈ സിനിമ ഇത്ര 175-180 കോടിയെന്ന് പറയുന്നത് ഈ എത്ര മൾട്ടിപ്പിൾ സംഭവം ആയിക്കഴിഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയല്ല. ഇത്രയും ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണ് ഇതിൻ്റെ പിറകിലുള്ളത്? ഇതിനകത്തൊന്നും മോഹൻലാലിനൊന്നും ഇവർ ക്ലീൻ ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ടൊക്കെ പറയാം. മോഹൻലാലിൻ്റെ വിദേശ ആക്ടിവിറ്റീസും മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിനുള്ള ബിസിനസ്സും അവിടുത്തെ വീടും പരിപാടികളും ഒക്കെ ഈ ഒഫീഷ്യൽസിനൊക്കെ കൃത്യമായിട്ട് അറിയാം. അതായത് അവർ അന്വേഷണം ആരംഭിച്ചു. ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഈ ലെഫ്റ്റ് ലിബറൽ ആ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട്
അപ്പോൾ അയാളുടെ ഫണ്ടിങ്, അയാൾക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് കിട്ടി, ഈ സിനിമയ്ക്ക് എത്രയാണ് ഫണ്ട് ചെയ്തത്, അതേപോലെ തന്നെ മോഹൻലാൽ ഈ സിനിമയായിട്ട് എത്രയാണ് കിട്ടിയത്. ഇവരൊക്കെ പറയുന്നത് പ്യുവർ ബിസിനസ് ഒന്നും അല്ല, ഇവർക്കിത് പണം കിട്ടി, ഹ്യൂജ് ആയിട്ടുള്ള പണം പല രീതിയിലാണ് ഇവർക്ക് കിട്ടുന്നത്. കേരളത്തിലൊരു രീതി, ഇന്ത്യയിലൊരു രീതി കിട്ടും, അതിൻ്റെ ബാക്കി ഇത് മിഡിൽ ഈസ്റ്റിൽ കൊടുക്കും. കാരണം ഇത് ടാക്സ് വെട്ടിയും പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ഞാൻ അതേപടി പറയുകയാണ്, കാരണം ഞാനൊരു ലോങ് കോൺവെർസേഷൻ നടത്തി ഇവരുമായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഗോപാലിനെതിരെ നേരത്തെ കംപ്ലൈൻറ്റുകളുണ്ട്, മണി സൈഫനിങ് കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ പല മൂവികൾ വളരെ കുറച്ച് വിലയ്ക്ക് വാങ്ങുക, അതിനെ കംപ്ലീറ്റ് ആയിട്ട് താറുമാറാക്കുക, മുഴുവനും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ. അതുപോലെ കേരളത്തിലെ പല ഹോട്ടൽസും ഇദ്ദേഹം വിലക്കെടുക്കുക. ഇതിനകത്തൊക്കെ ഒരു ഡേർട്ട് ഫണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ ഇയാളെ പറ്റി അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു, അത് മരവിച്ചിരിക്കുമായിരുന്നു. ഇതോടുകൂടി ഗോപാലിനെതിരെയുള്ള അന്വേഷണവും ഊർജിതമാക്കാനാണ് സെൻട്രൽ ഏജൻസിയുടെ തീരുമാനം. കാരണം അവർ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. മിഡിൽ ഈസ്റ്റ് ബന്ധവും അവിടെ നിന്നുള്ള ഡേർട്ട് മണി എത്രമാത്രമാണ് വരുന്നത്, അതുപയോഗിച്ച് ഇവർ സിനിമാ നിർമ്മാണവും പരിപാടികളും, അതായത് പക്ക വൃത്തികെട്ട മണിയും, അതായത് ഡേർട്ട് മണി എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് ഇസ്ലാമിക ടെറർ ഫണ്ട് എന്ന ആ രീതിയിൽ. അപ്പോൾ അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അന്വേഷിക്കുകയാണെങ്കിൽ മാത്രമേ മലയാളത്തിലെ ഈ പറഞ്ഞ ഓഫീസർ, മലയാളിയല്ല, ഈ കോട്ടൺ വൺ വേർഡ്, പുള്ളി കന്നഡക്കാരന്, കാരണം സീനിയർ IRS ഓഫീസറാണ്. അയാൾ പറഞ്ഞൊരു മട്ടാഞ്ചേരി മാഫിയ, ഞാൻ തന്നെ അയാൾ ആ വേർഡ് കോയിൻ ചെയ്തപ്പോൾ ഞാൻ തന്നെ ഷോക്കായിപ്പോയി. ഇവർക്ക് എവിടുന്ന് ഈ ഫണ്ട് വരുന്നത്? അതായത് കേന്ദ്ര ഏജൻസികൾ ശക്തമായ രീതിയിൽ ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ സിനിമയോടുകൂടി അത് അൺഫോൾഡ് ചെയ്യാനുള്ള പോസിബിൾ ചാൻസും, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മോഹൻലാലിനെതിരെ, ആന്റണി പെരുമ്പാവൂരിനെതിരെ, അവരുടെ കമ്പനിക്കെതിരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകും. കാരണം ഇവിടെ മിഡിൽ ഈസ്റ്റ് ഈ ഫണ്ടും ടാക്സും വെട്ടിയിലും പരിപാടി, കാരണം ഹ്യൂജ് മണിയാണ് ടാക്സ് രീതിയിൽ. കാരണം രണ്ട് രാജ്യത്തായിട്ട് പണം കൈമാറുമ്പോൾ വെട്ടിയിലും തട്ടിയിലും ഉണ്ടാകാനുള്ള സാധ്യത. അതേപോലെ തന്നെ സീനിയർ RSS ലീഡർ എന്നോട് പറഞ്ഞൊരു പോയിന്റ് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത്, നരേന്ദ്രമോദി ഗവൺമെന്റാണ് മോഹൻലാലിന് പത്മഭൂഷൺ കൊടുക്കുന്നത്. ഇതേ വാക്കുകൾ തന്നെ പറയുകയാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ, കാരണം അതിൻ്റെ അകത്ത് RSS VHP ഈ ഗുജറാത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, അതിൽ ഈ രീതിയിൽ മോഹൻലാൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ മോഹൻലാലുമായിട്ട് അടുപ്പത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് അവർ പറഞ്ഞത്. കാരണം ഒരു കാരണവശാലും മോഹൻലാൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഡെലിബറേറ്റ് ആയിട്ടാണ് പണത്തിന് വേണ്ടി, അതായത് വൃത്തികെട്ട ഇസ്ലാമിക ഫണ്ടിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിലാണ് പൃഥ്വിരാജിനെതിരെ പറഞ്ഞത്. കാരണം പൃഥ്വിരാജിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് നേരത്തെ ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ആ സിനിമ ചെയ്യാൻ പോയ സമയത്ത് ഇതൊക്കെ ബേസിക്കലി ഓരോ സാധനങ്ങളും അൺഫോൾഡ് ചെയ്യുവാണ്. അതായത് വർഗീയ കലാപകാരിയായ ഒരാളെ പോർട്രേ ചെയ്ത് അയാളെ സ്വാതന്ത്ര്യ സമരസേനാനിയാക്കാൻ വേണ്ടി പൃഥ്വിരാജ് അതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ ആഷിഖ് കപൂർ സംവിധാനം ചെയ്യാനും അതിനകത്ത് ഫണ്ട് ചെയ്യാൻ വന്നത് ഇതേപോലെ ഡേർട്ട് പണിയാണ്. അതൊരു ഖത്തർ ഫണ്ടിങ്, ഡേർട്ട് ഇസ്ലാമിക ഫണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ സിനിമ നടന്നില്ല. അതിനകത്ത് പൃഥ്വിരാജ് പിന്മാറിയതല്ല, ഇവർക്കെതിരെയുള്ള അന്വേഷണം ഉണ്ടായിട്ടാണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടവർ ഇത് പിന്മാറിപ്പോയത്. ഈ സംഭവങ്ങളെല്ലാം ഇത് പുറത്തോട്ട് വരുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ആണെങ്കിലും ഇവരെല്ലാം തന്നെ പ്രധാനമന്ത്രിയോടും RSSനോടും അമിത്ഷായോടും ഈ അൺകണ്ടീഷണൽ അപ്പോളജി ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മോഹൻലാലിൻ്റെ അപ്പോളജി സ്വീകരിക്കാനും ഈ RSSും VHPയും തയ്യാറായിട്ടില്ല. അവർ പറയുന്ന മോഹൻലാലിനെതിരെ ശക്തമായ അന്വേഷണം നടത്തി നടപടിയെടുക്കണം. ഇത് വെറുതെ വിടുന്ന പ്രശ്നമില്ല. കാരണം ഇത് പറയുന്നതിൻ്റെ ചില പോയിന്റുകൾ വളരെ കൃത്യമാണ്. അപ്പോൾ അവർ പറയുന്നത്, ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ഇമേജ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്ലോബലായിട്ടുണ്ടാക്കിയ റെപ്യൂട്ടേഷൻ ഇമേജും ഡാമേജ് ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ കൊടുത്ത, ഇന്ത്യൻ പ്രധാനമന്ത്രി റെക്കമെൻഡ് ചെയ്ത് പത്മഭൂഷൺ വാങ്ങിയ ഒരു നടൻ ഇതിന് ശ്രമിക്കുമ്പോൾ ഇതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല.
ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം മണ്ണാങ്കട്ടിയൊന്നുമല്ല ഇത് പറയുന്നത്. കാരണം ഇന്ത്യയുടെ പല കോർട്ടും സുപ്രീം കോർട്ടും എല്ലാം ക്ലീൻ ചിട്ട് കൊടുത്തതാണ്. എന്നിട്ടും ഈ സിനിമാക്കാർക്കും ഈ പറയുന്ന മോഹൻലാലിന്റെ പേരാ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, അവരതിന് തയ്യാറായിട്ടുണ്ട് എങ്കിൽ. കാരണം ഈ ആന്റണി പെരുമ്പാർ എന്ന് പറഞ്ഞ സംഭവത്തിന് ഇൻവെസ്റ്റർ എല്ലാം മോഹൻലാൽ തന്നെയാണ്. അപ്പം അതുമെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏജൻസി നല്ല രീതിയിലാണ് ഒരു പ്രോബ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഇനിഷ്യലായിട്ടുള്ള ഇവരുമായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞതിൻ്റെ പേരിൽ, കാരണം ഇവരുമായിട്ട് ഞാൻ ഒരു കോൺവെർസേഷൻ നടത്തിയതിൻ്റെ പേരിൽ മോഹൻലാലിനെതിരെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ പല കാര്യങ്ങളും പല വെർട്ടിക്കലും പറയുമ്പോൾ ഇവിടൊക്കെ ഇവർക്ക് അറിയാവുന്ന ചില പോയിന്റുകളുണ്ട്. അതായത് ഇതിൻ്റെ ഈ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സീനിയർ ഓഫീസറാണ് പറഞ്ഞത്. കാരണം ഈ പല ഭാഗത്തും മോഹൻലാലിന് പല കാര്യങ്ങളിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിനെതിരെ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മോഹൻലാലിനെ പൂട്ടാൻ സാധിക്കും. കാരണം ഇത് തെറ്റായ രീതിയാണ്. മോഹൻലാലിന് ഫണ്ട് വരുന്നത് ഈ 2 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ഫണ്ട് കൊടുക്കുന്നു, ഇവിടെയും ഫണ്ട് വെട്ടിയിലും തട്ടിയിലും ഒക്കെ ഉണ്ടെന്ന് വളരെ ഓപ്പണായിട്ട്, അതായത് ഞാനുമായിട്ട് കോഫി ഷോപ്പിലിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതായത് മോഹൻലാലിനെതിരെ, ഈ പറയുന്ന പൃഥ്വിരാജിനെതിരെ, ഗോകുലം ഗോപാലിനെതിരെ ആരൊക്കെയാണ് ഇതിൻ്റെ ഫണ്ട് ചെയ്തത്, ഇതെങ്ങനെയാണ് എൻറൂട്ട് ചെയ്ത്, എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, ഇതിനെപ്പറ്റി അന്വേഷണമുണ്ട്. അപ്പോൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലിൻ്റെ ഒരു താല്പര്യം എന്ന് പറയാൻ ഞാൻ അറിയാൻ സാധിച്ചത്, അദ്ദേഹത്തിന് ഈ മലപ്പുറത്തുള്ള ഈ ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രത്യേകിച്ച് സുഡാപ്പികളുടെയൊക്കെ ഒരു ഹീറോ ആകാനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുണ്ടായ കാരണം. പൃഥ്വിരാജ് അതിൻ്റെ പുറകിൽ നടക്കുകയാണ്. കാരണം അതിൻ്റെ ഭാഗമായിട്ടും പൃഥ്വിരാജിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ പൃഥ്വിരാജ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള സൈനിക് സ്കൂളിൽ പഠിച്ച, അപ്പോൾ അയാളകത്ത് തികട്ടിക്കിടക്കുന്ന ഒരു ആൻറ്റി ഇന്ത്യൻ പ്രൊപ്പഗണ്ട, ഈ പറയുന്ന മലബാർ കലാപത്തിൻ്റെ ആളെ പിടിച്ച് പോർട്രേ ചെയ്ത് വലിയാക്കാനും പല സിനിമകളിലുമൊക്കെ ഇതൊക്കെ വളരെ വിസിബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഞാനിത് സിനിമ എന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെ പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സിനിമയും ഒരു സംഭവം ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ട ആകരുത്. അത് ഇന്ത്യക്കും ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും നമ്മൾ ഓരോ സിറ്റിസനെ ഇത് ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ്. കാരണം സിനിമ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇന്ത്യയിൽ. അപ്പം അത് തെറ്റായിപ്പോയി എന്നാൽ മാത്രമല്ല, ഇവർക്കെതിരെ ഇങ്ങനൊരു ഫണ്ടിങ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മോഹൻലാൽ എന്നല്ല, അത് ഏത് നടനാണെങ്കിൽ തന്നെ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. അതിനിനിയും ഈ പറയുന്ന പ്രധാനമന്ത്രിയോട് മാപ്പ് ചോദിച്ചാലും അമിത്ഷായുടെ മാപ്പ് ചോദിച്ചാലും ഇതൊന്നും ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നില്ല. എത്ര വലിയവനാണെങ്കിലും അയാൾക്ക് ഭാരതരത്ന കൊടുത്തു എന്ന് പറഞ്ഞാലും ഇതേപോലുള്ള ഡേർട്ട് ഫണ്ട്, ടെറർ ഫണ്ട് ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഇഷ്ടംപോലെ തെളിവുണ്ട് നമ്മുടെ മുമ്പിൽ, കേരളത്തിൽ ശരിക്കും ഇതേപോലെ ഡേർട്ട് ഇസ്ലാമിക് ടെറർ ഫണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പല ആൾക്കാരും ഉണ്ട്, ഒരാളെന്നല്ല പല ആൾക്കാരും ഉണ്ട്. ഇതിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് എടുത്തേ മതിയാകും. കാരണം ഇത് കൃത്യമായ മെസ്സേജാണ് കൊടുക്കുന്നത്. ആരും നിയമത്തിന് അതീതരല്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു, ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക.
എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.